സമീർ കൂടിയുണ്ട്. സമീർ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന് അകത്ത് ഒക്കെയാണ്, അകത്ത് ഉള്ള ഒരു കോംപ്ലക്സിലെ കടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി പല ഭാഗങ്ങളിലുള്ള ബസ്സുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ നിന്നൊക്കെയുള്ള യാത്രക്കാരുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സിറ്റിയിലേക്ക് വന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ ഈ തീപിടുത്തം പൊടുന്നനെ അത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്? എന്താണ് അവിടെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ തുണിക്കടയിലാണ് ആദ്യം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തുണിക്കടയിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് സമീപത്തെ കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോഴും അത് നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ ഒരു വേളയിൽ അത് കെട്ടതാണ്, പക്ഷേ വീണ്ടും അവിടേക്ക് കത്തിപ്പിടിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഏറെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. നമുക്കിപ്പം ഇവിടെയുള്ള സമീപവാസികളും ഒപ്പം തന്നെ കടകളിലൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അടിയിലുള്ള ഫാൻസി നടത്തുന്ന ആളാ, അത് പെട്ടെന്ന് പുക വന്നതാണ്. ഇവിടെ ബ്ലോക്കായിരുന്നു. അന്നപ്പോൾ നമ്മൾ പുക വന്നപ്പോൾ എല്ലാ ബസ്സിനെയും അടുത്ത് ഇവിടുന്ന് ഒഴിവാക്കി. പിന്നെ പുക കൂടി വന്നതാ. ഇത് ഫുള്ള് പിന്നെ തുണീന്റെ ഗോഡൌണാണ്. തുണിയാന്ന് ഫുള്ളായിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് തുണിയാ. ഇവിടുന്ന് മാത്രമേ മെഡിക്കൽ ഷോപ്പിന്റെ മേലുള്ളൂ. അതിൽ എ സികൾ കണ്ടമാനം 2-3 എ സികൾ 5-8 എ സികളുണ്ട്. 10 എ സി പോലെ ഉണ്ട്. പിന്നെ അടിയിലാണെങ്കിൽ ഗ്യാസിന്റെ പരിപാടി കുറെ ഉണ്ട്. ആ ഗ്യാസ് കണ്ടമാനം നമ്മൾ എടുത്ത് മാറ്റി. പിന്നെ ഈ തുണി അതിനെ കൊണ്ട് ഭയങ്കര തീ വേം പടരുമല്ലോ. ഇത് ഈ ഗ്യാപ്പിൽ കംപ്ലീറ്റ് തുണിയാ, ഷോപ്പിലും തുണിയാ. പിന്നെ അങ്ങോട്ട് ഇതൊക്കെ കംപ്ലീറ്റ് തകിട് വെച്ച് അടച്ചത് കൊണ്ട് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് പോകാൻ യാതൊരു എക്സോന്റെ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പം വെള്ളം അങ്ങോട്ട് ചീറ്റിയത്. ഈ തകിട് വെച്ച് അടിക്കുന്നത് കൊണ്ടുള്ള ഒരു ദോഷഫലം അത്. സത്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഫയർഫോഴ്സിന് അങ്ങോട്ട് എത്താൻ കഴിയൂല. അതാണ് സംഭവം. അത് അപ്പുറം ബ്ലോക്കാണ്. ഫുള്ള് ബ്ലോക്കാക്കി വെക്കുക. അതുകൊണ്ടാണ് ഫുള്ള് ബ്ലോക്കാണ് കംപ്ലീറ്റ്. ഞാനാണ് ഇതിലെ ഫസ്റ്റ് പോയിന്റ്. ഞാനാ പോലീസിനെ വിളിച്ചത്. പോലീസ് വിളിക്കും, SI ഓടി വന്ന് MSFന്റെ പ്രകടനം നടക്കുന്നതിനുള്ളിൽ കൂടെ പോലീസ് വന്ന് യെസ്, അവിടെ മറ്റ് വ്യാപാരികളൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നു. എല്ലാവർക്കും അറിയുന്നത് ആദ്യം ഒരു പുക വന്നു, അതാണ് ആദ്യം കണ്ടതെന്നാണ്. ഇപ്പോൾ